സനാതനധർമ്മത്തിൽ ഗുരുവിൻ്റെ ഉപദേശത്തേക്കാൾ, ഗുരുവിൻ്റെ അനുഗ്രഹത്തേക്കാൾ മേന്മയേറിയതായിട്ട് ഒന്നും തന്നെയില്ല. മഹർഷീശ്വരന്മാരായ പൂർവികർ നമുക്ക് കനിഞ്ഞു നൽകി അനുഗ്രഹിച്ചിട്ടുള്ള മന്ത്ര, തന്ത്ര, പുരാണാദികളുടെ പ്രയോഗങ്ങൾ ആധുനിക ജീവിതത്തിലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ക്രമപ്പെടുത്തി ശിഷ്യപരമ്പരകളെ ഉയർച്ചയുടെ പടവുകൾ താണ്ടാൻ ഉത്തമനായ ഒരു ഗുരുനാഥന് സാധ്യമാകുന്നതാണ്. എൻ്റെ ഗുരുനാഥന് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ നൽകി അനുഗ്രഹിച്ച ഒരതിദിവ്യമായ മന്ത്രപ്രയോഗമാണ് ഈ അധ്യായത്തിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈശ്വരൻ അനുഗ്രഹിച്ചു നൽകിയ ആയുഷ്കാലം മുഴുവൻ സുഖമായും സന്തോഷമായും ജീവിച്ചു തീർത്ത് ഒടുവിൽ അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ ലയിച്ചു ചേർന്ന് ശിവശക്തിയായി തീരണമേ എന്ന പ്രാർത്ഥനയാണല്ലോ മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ ഉദ്ദേശം. ആപത്ത്, മരണം, അകാല മരണം, രോഗപീഠകൾ പിടിപെട്ട് ദീർഘകാലം ആശുപത്രിയിൽ കിടന്ന് നരകിച്ചുള്ള മരണം, വിഷബാധയേറ്റുള്ള മരണം, അഗ്നി കൊണ്ടുള്ള മരണം എന്നിവയിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസ്സും നൽകുന്ന ഒരു ഹോമമാണല്ലോ മൃത്യുഞ്ജയ ഹോമം. ജീവിതകാലഘട്ടത്തിൽ ഭയം ഇല്ലാത്തവരായിട്ട് ആരുമില്ല. എല്ലാ ഭയങ്ങളിലും വെച്ച് ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. അതുകൊണ്ടാണ് മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതിമറന്നു പോം മനമെല്ലാം, മനതാരിൽ വന്നു വിളയാടിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭു എന്ന് കവി പാടിയത്. മൃത്യുഞ്ജയ മന്ത്രേണ നൈവ കേവലം ആയുഷ എന്നാണല്ലോ ശാസ്ത്രം. അതായത് മൃത്യുഞ്ജയ മന്ത്രം കേവലം ആയുസ്സിനു വേണ്ടി മാത്രമല്ല, ആധിയും വ്യാധിയും നശിപ്പിക്കുന്നതും അമൃതസമവും ജീവസന്ദായകവുമാണ് മൃത്യുഞ്ജയ മന്ത്രവും ഹോമവും. പരമ്പൊരുളും പരമാത്മാവുമായ ആത്മരക്ഷകനാണ് മഹാമൃത്യുഞ്ജയമൂർത്തി. അത്യന്തം കാന്തിമാനും മംഗളമൂർത്തിയുമാണ് മൃത്യുഞ്ജയൻ. ഓം ജ്യൂം സഹ എന്നാണ് മൃത്യുഞ്ജയത്തിൻ്റെ മൂലമന്ത്രം. ഈ മന്ത്രത്തിൻ്റെ അധികമാർക്കും അറിയാത്ത ഒരു പ്രയോഗമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ശ്രീ പാർവതീദേവിയോടൊപ്പമുള്ള മൃത്യുഞ്ജയമൂർത്തിയെ ധ്യാനിച്ചുകൊണ്ട് ശക്തിബീജം ചേർത്തുള്ള മന്ത്രപ്രയോഗം. ആദിപരാശക്തിയായ ശ്രീ പാർവതീദേവിയെ തന്നെ ഗുരുനാഥയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഇനി പറയും പ്രകാരം ഭഗവാനെ ഭഗവതിയോടൊപ്പം ധ്യാനിച്ചുകൊണ്ട് വേണം അതിവിശിഷ്ടമായിട്ടുള്ള മന്ത്രം ജപിക്കുന്നതിന്. ധ്യാനം ഇപ്രകാരമാണ്. കൈലാസേ ഭയദാനശൂല സമൃഗം കൽപദ്രുമൂലേ സ്ഥിതം കർപ്പൂരസ്ഫടികേന്ദു സുന്ദരതനും കാത്യായനീ സേവിതം ഗംഗാതുംഗ തരംഗരഞ്ജിത ജടാഭാരം കൃപാസാഗരം കണ്ഠാലം കൃതശേഷഭൂഷണമയം മൃത്യുഞ്ജയം ഭാവയേ. അർത്ഥം പറയാം. കൈലാസത്തിൽ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അഭയമുദ്ര, മാൻ, ത്രിശൂലം എന്നിവയോടുകൂടിയ സുന്ദരമായിട്ടുള്ള ശരീരമുള്ളവനും പാർവതീദേവിയാൽ പരിസേവിതനും ഗംഗയുടെ ഓളങ്ങളാൽ ശോഭിക്കുന്ന ജടാഭാരത്തോടു കൂടിയവനും ഭക്തജനങ്ങളോടുള്ള കൃപയുടെ സാഗരമായിട്ടുള്ളവനും കഴുത്തിൽ അലങ്കരിക്കപ്പെട്ട വാസുകി എന്ന ശേഷനോടും കൂടിയ മൃത്യുഞ്ജയ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. ഈ ധ്യാനമന്ത്രം ഇപ്രകാരം മനഃപാഠമാക്കിയിട്ട് ജപിക്കണമെന്നൊന്നുമില്ല. ഭഗവാനെ ഈ ധ്യാനമന്ത്രത്തിൽ പറയുന്ന അതേ രൂപത്തിൽ മനസ്സിൽ ധ്യാനിച്ച് ഉറപ്പിച്ച ശേഷം മന്ത്രം ജപിച്ചാലും മതി. മന്ത്രം പറയാം. ഓം ഹ്രീം ജൂം സഹ. ഓം ഓം ഹ്രീം ജൂം സഹ. ഓം ഓം ഹ്രീം ജൂം സഹ. ഓം. ഈ മന്ത്രത്തിൻ്റെ ആദ്യവും അവസാനവും ഓങ്കാരം ചേർത്താണ് ജപിക്കുന്നത്. വളരെ വേഗത്തിലും വളരെ സാവകാശത്തിലും ജപിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പൂർണ്ണചന്ദ്രനിൽ ഭഗവാന്റെയും ഭഗവതിയുടെയും ധ്യാനത്തിൽ പറഞ്ഞിട്ടുള്ള രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുകയാണെങ്കിൽ കൂടുതൽ ഫലം ലഭിക്കുന്നതാണ്. ശത്രുക്കളിൽ നിന്നുള്ള സമ്പൂർണമായ മോചനം ഈ മന്ത്രം നമുക്ക് നൽകും. ഈ മന്ത്രം ജപിക്കുന്ന വ്യക്തിയെ മാത്രമല്ല, ആ വ്യക്തിയെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും ഈ മന്ത്രം സുരക്ഷ പ്രദാനം ചെയ്യുന്നതാണ്. അതായത് വീട്ടിലെ ആരെങ്കിലും ഒരാൾ ജപിച്ചാലും
എല്ലാവർക്കും അതിൻ്റെ ഫലം ലഭിക്കുമെന്നർത്ഥം. 21 മൃത്യുഞ്ജയ ഹോമത്തിൻ്റെ ഫലമാണ് ഈ മന്ത്രം 11 പ്രാവശ്യം ജപിക്കുന്നവർക്ക് ലഭിക്കുക. അത് ഈ മന്ത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയുമാണ്. മഹാദേവൻ്റെയും ദേവിയുടെയും ചിത്രത്തിനു മുന്നിൽ അല്പം ഭസ്മം എടുത്തു വച്ചതിന് ശേഷം അതിൽ വലതുകൈയുടെ മോതിര വിരൽ സ്പർശിച്ചുകൊണ്ട് 101 പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചാൽ ആ ഭസ്മം ശക്തിയുള്ളതായിത്തീരും. ആ ഭസ്മം നെറ്റിയിൽ ചാർത്തി യാത്ര ചെയ്യുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യമൊക്കെ സാധ്യമാകും. രാത്രിയിൽ ഞെട്ടി ഉണർന്ന് കരയുന്ന കുട്ടികൾക്ക് ഈ ഭസ്മം നെറ്റിയിൽ ചാർത്തി കൊടുത്താൽ സ്വസ്ഥമായിട്ടുള്ള ഉറക്കം അവർക്ക് ലഭിക്കുന്നതാണ്. കഴുകി വൃത്തിയാക്കിയ 7 കൂവളത്തിലെയും അല്പം കറുകയും ശുദ്ധമായ ജലത്തിലിട്ട ശേഷം 21 പ്രാവശ്യം ഈ മന്ത്രം ജപിച്ച് ജലം രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ശമനം കിട്ടുന്നതായി അനുഭവമുണ്ട്. 3, 5, 7, 9, 12, 21, 51, 101, 108 എന്നീ ക്രമത്തിൽ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ദിവസവും ഈ മന്ത്രം ജപിക്കുന്ന വ്യക്തിയെ ശത്രുദോഷവും ആഭിചാരദോഷവും ബാധിക്കുകയേയില്ല. തിങ്കൾ, ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിൽ മാത്രമായിട്ടും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസം, തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുത്തും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. 1,00,000 പ്രാവശ്യം ഈ മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തിയ ഭസ്മം ആവശ്യമുള്ള ഭക്തർക്ക് നൽകി വരുന്നുണ്ട്. 21 ദിവസം ഈ ഭസ്മം ശുദ്ധമായ മനസ്സോടെ പ്രഭാതത്തിൽ ധരിച്ചിട്ടുള്ളവർ അതിൻ്റെ ഗുണഫലങ്ങൾ നേരിട്ട് പറഞ്ഞ് അനുഭവവുമുണ്ട്. നിരവധി ആളുകളുടെ കഷ്ടതകൾ മാറ്റിയിട്ടുള്ള ഈ മന്ത്രം എൻ്റെ ഗുരുനാഥൻ്റെ ശിഷ്യരിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നു. ഇതാദ്യമായി എല്ലാ ഭക്തജനങ്ങളിലേക്കും ഈ ശക്തി മൃത്യുഞ്ജയ മന്ത്രം എത്തുകയാണ്. ശിവനും ശക്തിയും ഈ മന്ത്രം ജപിക്കുന്നവരെ സദാസമയവും സംരക്ഷിച്ചുകൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ശ്രീ പാർവതി പരമേശ്വരന്മാരെ മാതാപിതാക്കളായി നമുക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ച് ജീവിത വിജയം കൈവരിക്കാൻ എല്ലാവരെയും ഭഗവാനും ഭഗവതിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ പരമേശ്വരൻ്റെയും പരാശക്തിയുടെയും തൃപ്പാദപത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.